ചേച്ചിയമ്മ എന്ത് പറയുന്നത്? സുഖം. ആണോ? സുഖം. അനിത്യക്കുട്ടീസ് എന്ത് പറയുന്നത്? അനിയത്തിക്കുട്ടിയും സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ഇടയിലുള്ള കുട്ടി എന്ത് പറയുന്നു? ഇടയിലുള്ള കുട്ടിയും സുഖമായിട്ടിരിക്കുന്നു. കണ്ണാടി സ്റ്റൈലായിട്ടുണ്ട്. എല്ലാവർക്കും സുഖം. പല്ല് പോയിക്കൊണ്ടിരിക്കട്ടോ, വരുവായിരിക്കും തിരിച്ചു. പല്ല് ഇളകിയാലും പറിക്കത്തില്ല, ഭയങ്കര പേടിയാ. ആണല്ലേ? അങ്ങളുടെ തന്ന എല്ലാം കൂടെ പറിച്ചു തരാമേ. അടുത്ത് പോണ്ടേ, ഇളകാത്തതും കൂടി അല്ലെ അടുത്ത് പോണ്ടേ. രാത്രി ഉറങ്ങി കിടക്കുമ്പോ പറിച്ചോളൂ. അതെ മക്കളെ, എന്തോ യങ്സ് ചോയ്സ് അല്ലേ? നമുക്ക് നോക്കാം ഏതാണ് പാട്ട്. കുട്ട 4 പേരും എത്തിയിട്ടുണ്ട്. ഒരാളെ സെലക്ട് ചെയ്തോ. മധു അങ്കിൾ. മധു അങ്കിൾ. ഓ മീ ചോയ്ക്ക്. മീ. മധു അങ്കിൾ എന്താ ചെയ്യുന്നത് നോക്കാം. എന്നാ കുറച്ച് പ്രായം കുറയ്ക്കാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാ, കുഞ്ഞു പിള്ളേര് പാടുന്ന റൈംസ് ഒക്കെ ഇല്ലേ, നഴ്സറിയിലൊക്കെ പഠിപ്പിക്കുന്ന പാട്ട്, അത് കുഞ്ഞു പാവന്മാരുടെ ഒച്ചയില് പാടണം, സ്വന്തം ശബ്ദത്തിൽ പാടാൻ പാടില്ല. മാധു പാടുന്ന പോലെ പാടട്ടെ. മാധുവിന്റെ ഒരു പാട്ടുണ്ടേ. പൂവെളിച്ചത്തിന്റെ പൊന്നും കൂട്ടോ മനിറ്റോ മിറ്റുന്നു വലറ്റുയൻ. പൂവെളിച്ചത്തിന്റെ പൊന്നും മനിറ്റോ മിറ്റുന്നു വലറ്റുയൻ. വെണ്ണിലാക്കി നെറ്റിലൊട്ടിന് പാലമായി തണ്ടിക്കാനെങ്കിലും പൊന്നം വിളി. നിങ്ങളുടെ മ്യൂസിക് എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലെയാണ് മ്യൂസിക്. ഒരു കുഞ്ഞിന്റെ ഉള്ളിൽ പോലും അത് തട്ടും. അത് കൈയടിച്ചു. അതെ, സൂപ്പർ. മോഹഭംഗ മനസ്സിലെ ഒന്ന് പാടുവന്ന്. അത് പാടുമ്പോ കരയും. കുഞ്ഞാവ് ഞാൻ പാടിയാ കരയെന്നറിയില്ല, ഒരു മെയിൽ വോയിസിൽ കേട്ടാ കരയും. മധുങ്ങളൊന്ന് പാടുവോ? ശാപ പങ്കില നടകളിൽ മോഹഭംഗ മനസ്സിലെ ശാപ പങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി നീ എന്റെ പ്രാണനിൽ അലിയൂ വേഗം. ഈളം കരഞ്ഞില്ലല്ലോ. ഇല്ല മധുങ്ങൾ, അത് ചീറ്റീന്നത്. അല്ല, പക്ഷെ പൊട്ടിക്കരയും, ഇങ്ങനെ വെച്ച് കരയും. അത് എപ്പോഴാ അങ്ങനെ വീട്ടിൽ പ്ലേ ചെയ്യുമ്പോഴല്ലേ? അങ്ങനൊന്നും അല്ല, ആര് പാടിയാലും. ഒരു ദിവസം ഗ്രൂമിങ്ങിന് ആയപ്പോ സിയാദ് സാറ് പാടി ഇപ്പൊ കരഞ്ഞു. സിയാദിനെ കൊണ്ട് പഠിപ്പിച്ചു നോക്കണോ? വേണ്ട, ഇനി റിസ്ക് എടുക്കണ്ട. അത് ഇന്ന് കരയാൻ മൂടില്ല, അത് വിട്ടേക്കാം. അടുത്ത ആളെ സെലക്ട് ചെയ്യാം. നേരത്തെ ആ കൊച്ചിനെ പോലെ പാടിപ്പാൻ ഹാപ്പി ആയിട്ടിരിക്കുക, അതാണ് കരയാത്തത്. ആ ബാലസൂര്യൻ കേട്ടത് ഓണായി. ജയചന്ദ്രൻ സാർ. എം ജെ സാർ നോക്കാം നമുക്ക്. അടിപൊളി ഹിറ്റ്സ്. യെസ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി ഹിറ്റ്സിലാ പെർഫോം ചെയ്യാൻ പോകുന്ന ഏതാ പാട്ട് മൈത്രിക്കുട്ട? ചിലയിൽ നിന്നും ഉണരു നീ. ഓ, ക്രോണിക് ബാച്ചിലർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സോങ് ആണ് കേട്ടോ. അടിപൊളി പാട്ടാണ്. സൂചിച്ചല്ലേ? ഗംഭീരം. എഴുതിയത് കൈതപ്രം സാറാണ്. സൂപ്പർ സോങ് ആണേ, നന്നായിട്ട് പഠിക്കോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നമ്മളെല്ലാരും കേൾക്കാൻ വെയിറ്റിംഗ് ആണ്. പ്രേക്ഷകർ എല്ലാവരും സ്ക്രീനിന് താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ മൈഥിലി കുട്ടിക്ക് വോട്ട് ചെയ്യണം. അപ്പൊ മൈഥിലി കുട്ടി ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായി പാടണേ.
നീ പാട്ട് കാണാനായിട്ട് പാലായിലെ റിട്ടയർഡ് ടീച്ചർമാരായ എൻ്റെ അമ്മയുടെ കൂട്ടുകാരായ ലക്ഷ്മി ടീച്ചറും ഡേസി ടീച്ചറും വന്നിട്ടുണ്ട്. ഹലോ. അപ്പൊ മൈഥിലി കുട്ടി, എന്തോ ഇന്നത്തെ മൈഥുവിന്റെ മാർക്ക് 97.5 ഔട്ട് ഓഫ് 100. മൈഥിലി കുട്ട, ഇപ്പൊ നമ്മുടെ ടോപ്പ് സിംഗറിൽ എന്നാ നടന്നുകൊണ്ടിരിക്കുന്നേ? പ്രീ ക്വാർട്ടർ ആണ്. അപ്പൊ അത് എപ്പോഴും മനസ്സിൽ വേണം, രാവിലെയോടൊക്കെ പോവാൻ പറയണം കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.